ഇന്നത്തെ എൻ്റെ റെസിപ്പി തികച്ചും വ്യത്യസ്തമായ ഒരു മുരിങ്ങക്ക ചാറ് കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും നല്ല രുചിയേറിയ ഒരു സൈഡ് ഡിഷാണ്. ഇതിൽ സാധാരണ വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ സ്റ്റെപ്പ് 3 ഉണക്കമുളക്, 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, 1 ടീസ്പൂൺ കസ്കസ്, 1 ഏലക്ക, 1-2 ഗ്രാമ്പു. ഇത്രയും ഐറ്റംസ് ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചെറുതായിട്ട് ചൂടാക്കി റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ റോസ്റ്റ് ചെയ്ത ഇൻഗ്രീഡിയൻസ് വീണ്ടും അരയ്ക്കുകയാണ്. ഇതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ 1/4 കപ്പ് നിലക്കടലയും 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതും കൂടെ വീണ്ടും ഒന്ന് നന്നായിട്ട് ചെറിയ തീയിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് തണുപ്പിക്കാനായിട്ട് വെക്കാം. പിന്നീട് അത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. ഞാൻ തേങ്ങാ എണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് ഒരു വലിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തത് അതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. സവോള അല്ലെങ്കിൽ ഒരു 30 ചെറിയ ഉള്ളി ചേർക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇടുക. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇടുക. വീണ്ടും നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. ചെറു തീയിലിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. നല്ലതായിട്ട് വഴന്നതിന് ശേഷം മാത്രമാണ് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി നല്ലതായിട്ട് വഴന്നു വരുമ്പോഴത്തേക്ക് 8 മുരിങ്ങക്ക ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്താണ് ചേർക്കുന്നത്. മുരിങ്ങക്ക ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ മീഡിയം തീയിലിട്ട് വഴറ്റിയെടുക്കുക. മുരിങ്ങക്കായുടെ വേവ് ഏത് മുരിങ്ങക്ക ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന ടൈപ്പാണ്. തീ ഏറ്റവും കുറയ്ക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക. പച്ചമണം മാറുന്നത് വരെ ഇത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പച്ചമണം കംപ്ലീറ്റ് മാറി വരണം. ഇതിലേക്ക് നേരത്തെ തന്നെ അരച്ചു വെച്ചിരിക്കുന്ന 2 തക്കാളിക്കായുടെ പൾപ്പും കൂടെ ചേർക്കുക. വീണ്ടും ഒന്ന് ചൂടാക്കുക. മിക്സി കഴുകി 1/2 കപ്പിനും 1 കപ്പിനും ഇടയ്ക്ക് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 10 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചെടുക്കുക. നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. നേരത്തെ ചേർത്ത ആ ഗ്രൗണ്ട് നട്ടും തേങ്ങായും കൂടെ അരച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ മുരിങ്ങക്ക നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നിലക്കടലയുടെ പേസ്റ്റും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഒരു തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് ഓഫ് ചെയ്യണം. ചില സ്ഥലങ്ങളിൽ കടുക് വറുത്ത് ചേർക്കും, ചിലർ ചേർക്കത്തില്ല. ഞാനിതിലേക്ക് എല്ലാം കൂടി ഒന്ന് തിളയ്ക്കുന്ന പരുവമാകുമ്പോഴത്തേക്കും കടുകും കൂടെ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചപ്പാത്തിക്കും ചോറിനും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തുന്നതായിരിക്കും.